കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി കിച്ചൺ ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന ടവൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ആകെ ഒരു ഈർപ്പനടിച്ചിട്ട് ഒരു വൃത്തികെട്ട മണവും പിന്നെ നമ്മുടെ കളറൊക്കെ മങ്ങി ആകെ ഒരു കുത്തുകുത്തൊക്കെ വരുന്ന ഒരവസ്ഥയിൽ വരാറുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചണിലെ ടവൽ നല്ലൊരു മണവും നല്ലോണം ഫ്രഷ്നെസ് ആയിരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് കാണിക്കുന്നത്. കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ ടവലൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് കഴുകണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ കിച്ചണിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടുന്ന ഒരു ടവലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇത് നന്നായി അഴുക്ക് പിടിച്ചിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അത് വൃത്തിയാക്കാൻ നമുക്ക് നല്ലൊരു അടിപൊളി ലിക്വിഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് നന്നായി വൃത്തിയായി കഴിഞ്ഞാൽ നല്ലൊരു കളറും കിട്ടും. പിന്നെ എന്താ പറയുക, നല്ലൊരു മണവും കിട്ടും കേട്ടോ. ഇതുപോലൊരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇത് ക്ലീൻ ആക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അതാ നമ്മുടെ ടവലിൻ്റെ അവസ്ഥ കണ്ടില്ലേ, നല്ലോണം അഴുക്കുണ്ട്. പിന്നെ അതേ കുറച്ച് ദിവസം കഴുകാത്തതിൻ്റെ ഒരു ഈർപ്പനടിച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ അത് നല്ലോണം കറ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് നമുക്ക് നന്നായി ക്ലീൻ ആക്കി എടുക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു ടവലാണ് കേട്ടോ. പിന്നെ അത് കുറേ കഴിയുമ്പോൾ ഒരു ഈർപ്പമണവും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതാ അതിനൊരു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. നല്ലോണം തിളച്ച വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലോണം തിളച്ച വെള്ളം വേണം നമ്മൾ ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേ ഒരു ചെറുനാരങ്ങ ഞാൻ നമ്മുടെ ഇതിലേക്ക് വെള്ളത്തിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എത്ര തവലെടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ അത് മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളം വേണം നിങ്ങൾ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ടവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്ര വെള്ളത്തിൽ നമ്മുടെ ടവൽ മുങ്ങിക്കെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് 2-3 ടവലൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് മുങ്ങിക്കെടുക്കാൻ പാകത്തിനുള്ള വെള്ളം നിങ്ങൾ എടുക്കണം കേട്ടോ. അപ്പോൾ അതേ ചെറുനാരങ്ങ മൊത്തം ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ബേക്കിംഗ് സോഡയാണ്. അത് ഒരു അത്യാവശ്യം നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അഴുക്ക് പോകാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതേ ഞാനൊരു 1.5 ടീസ്പൂണോളം ഞാൻ അളവൊന്നും നോക്കണില്ല, ഞാൻ അങ്ങനെ ഒരു കണക്കിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം തിളച്ച വെള്ളമായിരിക്കണം കേട്ടോ. ഇട്ട് കൊടുത്തപ്പോൾ നന്നായി പതഞ്ഞ് നമ്മുടെ ബേക്കിംഗ് സോഡ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് മണത്തിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മറ്റേ മണത്തിനുള്ള സാധനം മറ്റേ സോഫ്റ്റ് ടച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മണത്തിന് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ലിക്വിഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷാമ്പു എന്താ വേണമെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ സാധനമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ഈ വെള്ളം ഒന്ന് നന്നായി ഇളക്കി എടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് തന്നെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പം നന്നായി ചൂടുള്ള വെള്ളമായിരിക്കണം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ടുള്ള ഇതിലെ കരിമ്പൻ കുത്തും ഈ കറിയും ഒക്കെ പോവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ടവൽ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മുക്കി വെക്കണം കേട്ടോ. നന്നായിട്ട് ഞാൻ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ടവൽ മൊത്തമായിട്ട് ഇതിൽ മുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം കരിമ്പം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കളറും ആകെ ഒരു മങ്ങിയിട്ടുള്ളൊരു ചളി പിടിച്ചിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മുക്കി നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് മുക്കി വെക്കാം. മുക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് എടുക്കുകയാണ്. നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ഒരു കളറ് കണ്ടാൽ നിങ്ങൾ അഴുക്ക് മൊത്തം ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഉരച്ച് വൃത്തിയാക്കിയിട്ട് വരണം കേട്ടോ. അപ്പോൾ നല്ലോണം എല്ലാ അഴുക്കും ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നന്നായി കുറച്ച് നേരം മുക്കി വയ്ക്കണം. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾ കളിക്കുക ടവലിൻ്റെ ഉൾഭാഗത്തും ഇതിലൊക്കെ അഴുക്ക് പിടിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ട ടവലിൻ്റെ നിറം ആകെ. എന്നിട്ട് ഞാൻ നമ്മൾ ഈ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ വേറെ സാധാരണ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഊരി പിഴിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ ഇത് തല്ലി തിരുമ്പുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വെള്ളത്തിൽ നന്നായിട്ട് നമ്മുടെ ടവൽ നന്നായിട്ട് ഊരിപ്പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ടവലിൻ്റെ നിറമൊക്കെ നോക്കി ആകെ ഒരു അഴുക്ക് പിടിച്ച അവസ്ഥയല്ല ഉണ്ടായിരുന്നു. നന്നായിട്ട് ഇപ്പോൾ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ടവൽ നോക്കി ഉണക്കം കറക്റ്റ് ആയിട്ടില്ല കേട്ടോ. ഒന്ന് നന്നായി ഉണങ്ങി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആവും കണ്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വെറ്റി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ടവലിൻ്റെ കളറ് നോക്കിയൊക്കെ ഈ വൈറ്റ് അല്ല, ഒരു റോസ് പോലത്തെ കളറാണ്. എന്നാലും നല്ലോണം ഇവിടെ കഴുക്ക് പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നല്ലോണം കളറ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം കേട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം മഴയൊക്കെ ആയ കാരണം 2-3 ദിവസം പിടിക്കും ഇങ്ങനത്തെ ടവലൊക്കെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി ഉണക്കിയതിന് ശേഷം നമുക്ക് പിന്നെ കാണാം ഇതേപോലെ നന്നായി ഉണങ്ങിയപ്പോൾ നന്നായി നിറം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ PR ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.